ഇസ്ലാം 10 കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, 8 കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, 5 കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, 4 കെട്ടാൻ പറഞ്ഞിട്ടുണ്ട്, ഒന്നിലധികം കെട്ടാൻ പറഞ്ഞിട്ടുണ്ട് എന്നിങ്ങനെ വിളമ്പി നടക്കുകയാണ് പലരും. ഇതിൻ്റെ ഒരു ABCD അറിയൂല, ഇതിൻ്റെ ഒരു യാഥാർത്ഥ്യം അറിയൂല. എന്നാൽ കൂട്ടരെ, എന്താണ് ഇസ്ലാം പറഞ്ഞത്? നിനക്ക് സാമ്പത്തിക സെറ്റപ്പ് ഉണ്ടെങ്കിൽ ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട എല്ലാ പരിഗണനകളും 100% നിനക്ക് കൊടുക്കാൻ കഴിയുമെങ്കിൽ മാത്രം ഒന്ന് നീ കല്യാണം കഴിക്കുക, ഒരു സ്ത്രീയെ വിവാഹം കഴിക്കുക. അതൊരു നിർദ്ദേശമാണ്, ഒരു തേട്ടമായി, ഒരു കൽപ്പനയായി ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. അത്രയും നീ സുരക്ഷിതനാണെങ്കിൽ സാമ്പത്തികമായിട്ടും ഒരു സ്ത്രീക്ക് കൊടുക്കേണ്ട മുഴുവൻ പരിഗണനകളും നിനക്ക് കൊടുക്കാൻ കഴിയുമെന്ന് ഗ്യാരണ്ടി ഉണ്ടെങ്കിൽ ഒന്ന് നീ കെട്ടണം എന്ന് ഇസ്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്നിലപ്പുറത്തേക്ക് കെട്ടണം എന്ന് ഇസ്ലാം ആരോടും പറഞ്ഞിട്ടില്ല, ആരോടും അങ്ങനെ ഒരു കൽപ്പന നടത്തിയിട്ടില്ല. പക്ഷേ ഒന്നിലപ്പുറത്തേക്ക് ഒരാൾക്ക് കെട്ടാം, രണ്ടാമതൊരു വിവാഹം കഴിക്കാം. അതാർക്ക്? വളരെ ദുർലഭം ആളുകൾക്ക്. എല്ലാവരും 2 കെട്ടിക്കോളൂ എന്ന് ഇസ്ലാം പറഞ്ഞിട്ടില്ല. രണ്ടാമത്തത് കെട്ടുമ്പോൾ 2 ഭാര്യമാരെയും തുല്യ നീതിയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഒരു വസ്ത്രം ഒരു ഭാര്യയ്ക്ക് എടുത്തു കൊടുത്താൽ രണ്ടാമത്തെ ഭാര്യയ്ക്കും അതേ അളവിലുള്ള, അതേ പരിഗണനയുള്ള വസ്ത്രം എടുത്തു കൊടുക്കണം. ഫോർ എക്സാമ്പിൾ പറഞ്ഞതാണ്. ഇങ്ങനെ തുല്യമായ നീതിയോടുകൂടെ കൊണ്ടുപോകാൻ കഴിയുന്ന വളരെ റയറായ ആളുകൾ മാത്രമാണ് രണ്ടാമത്തെ വിവാഹത്തിലേക്ക് പോകാമെങ്കിൽ അവർക്ക് പോകാം. 3ആണെങ്കിലോ വളരെ വളരെ കുറവ്, 2നേക്കാൾ വളരെ കുറഞ്ഞ ശതമാനം ആളുകൾ മാത്രം ഇസ്ലാം അനുവദിക്കുന്നുള്ളൂ. അത് തന്നെ കെട്ടണം എന്ന് പറഞ്ഞാൽ കെട്ടുകയാണെങ്കിൽ 4മത്തത് അതിനേക്കാൾ കുറവ്, വളരെ വളരെ കുറവ്. 2മത്തത് തന്നെ കുറവാണ്, 3മത്തത് അതിനേക്കാൾ കുറവ്, 4മത്തത് അതിനേക്കാൾ കുറവ്. ഒരേ സമയം 4 ഭാര്യമാരെ തുല്യനീതിയോടുകൂടെ കൃത്യമായ പരിഗണനയോടുകൂടെ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയുന്ന ആളുകൾക്ക് 4 ഭാര്യമാരെ ഒരേ സമയം സ്വീകരിക്കാവുന്നതാണ്. പക്ഷേ ഇതെല്ലാവർക്കും പറഞ്ഞ നിയമമല്ല. എല്ലാവരോടും പറഞ്ഞത് സാമ്പത്തികമായി ഒരു ഭാര്യയ്ക്ക് കൊടുക്കേണ്ട സാമ്പത്തികവും അതുപോലെ മറ്റുള്ള എല്ലാ മേഖലകളിലുമുള്ള പരിഗണനകൾ നൽകാൻ കഴിയുന്ന ഒരാൾ ഒരു വിവാഹം കഴിച്ചോളൂ. രണ്ടാമത്തത് കഴിക്കാം, കഴിക്കാതിരിക്കാം. പക്ഷേ അത് വളരെ കുറഞ്ഞ ആളുകൾക്ക് മാത്രം സാധിക്കുന്ന ഒരു വിഷയമാണ്. 3മത്തത് അതിനേക്കാൾ കുറവ്, 4മത്തത് അതിനേക്കാൾ കുറവ്. അപ്പോൾ ഒരിക്കലും ഒന്നിലധികം കെട്ടാൻ ഇസ്ലാം പറഞ്ഞിട്ടില്ല. എന്നിട്ട് ആ ഇസ്ലാമിനെ സംബന്ധിച്ചാണ് 10 കെട്ടാൻ പറഞ്ഞു, 8 കെട്ടാൻ പറഞ്ഞു, 5 കെട്ടാൻ പറഞ്ഞു. ഇതാരാ കൂട്ടരെ നിങ്ങളെ പഠിപ്പിച്ചത്? ഇതൊക്കെ പഠിക്കണ്ടേ?